ഹലോ ഹായ് നമസ്കാരം. മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ദിസ് ഇസ് നോട്ട് യുവർ യൂഷ്വൽ ടെക് റിവ്യൂ ചാനൽ. ഒരുപാട് ഗാഡ്ജറ്റ്സ് എടുത്ത് വെച്ച് വാങ്ങുമെന്ന് നിങ്ങളെ പ്രലോഭിപ്പിക്കുകയോ ഒരുപാട് സ്പെക്ക് മുഴുവൻ അണിനിരത്തി നിങ്ങളെ ഞെട്ടിപ്പിക്കുകയോ ചെയ്യാന്ന് പറയുന്ന ഉദ്ദേശം എനിക്കില്ല. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ മറ്റ് ടെക് റിവ്യൂ ചാനലുകളും ഒരുപാട് ഗാഡ്ജറ്റ്സിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ നോക്കി വെച്ചിട്ടുള്ള ആളായിരിക്കും. കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് എനിക്കറിയാത്ത കാര്യങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്ന ഒരുപാട് സഹൃദയഹൃദയരായ നാട്ടുകാരെയൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ സ്പെക്കുകൾ വാരിയിടുക, വാങ്ങുമെന്ന് പ്രലോഭിക്കുക എന്നുള്ളതല്ല. എൻ്റെ കയ്യിലിരിക്കുന്ന കൊച്ചു കൊച്ചു ഗാഡ്ജറ്റ്സ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ടുള്ള ഒരു റിവ്യൂ, അതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോസിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ക്യാമറയെക്കുറിച്ചാണ്. പല ആളുകളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുള്ളതാണ്, ഏത് ക്യാമറ വാങ്ങണം? നമ്മളൊരു ക്രോപ്പ് സെൻസർ ക്യാമറ വാങ്ങണോ, ഫുൾ ഫ്രെയിം ക്യാമറ വാങ്ങിക്കണോ, അത് നമ്മുടെ ഫോൺ മതിയോ, ഫോണിന് ഇപ്പോൾ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ലെൻസൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ, നമ്മൾ എത്ര ലക്ഷം രൂപയുടെ ക്യാമറ വാങ്ങിച്ചാൽ നമുക്ക് ഏറ്റവും ഗംഭീര ക്വാളിറ്റി കിട്ടും, അല്ലെങ്കിൽ ബഡ്ജറ്റിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ക്യാമറ ഏതാണ്? ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ചില ആളുകൾക്ക് ഫോട്ടോഗ്രാഫിക്ക്, ചില ആളുകൾക്ക് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ പലരും ക്യാമറ റിവ്യൂസ് ഇങ്ങനെ കയറി ഇറങ്ങി നോക്കുന്നുണ്ടാവും. ഞാനും നോക്കുന്ന ഒരാളാണ്. ഒരു പക്ഷേ ഇന്ത്യയിൽ അധികം ക്രിയേറ്റേഴ്സ് ഒന്നും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത ചില ക്യാമറകൾ പോലും വാങ്ങണമെന്നൊക്കെ ആഗ്രഹിച്ച് ഞാൻ ഇടയ്ക്ക് ഷസാമിന് മെസ്സേജ് അയക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാ, ബ്രോ ഈ ക്യാമറയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഈ ക്യാമറ വാങ്ങിച്ചാലോ, ആ ക്യാമറ നല്ലതാണ്. അപ്പോൾ ഷസാമിൻ്റെ ബ്രദർ ഫോട്ടോഗ്രാഫറും കൂടി ആയതുകൊണ്ട് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ ചോദിച്ചിട്ടുള്ളതും ക്യാമറയുടെ കാര്യമാണ്. അത് പറയുമ്പോൾ പരമേഷ് എന്ന് പറയുന്നൊരു ക്രിയേറ്ററെ കുറിച്ച് കൂടി പറയണം. പുള്ളിയുടെ ഈ ടെക് റിവ്യൂസ് അല്ലെങ്കിൽ ക്യാമറ റിവ്യൂസ് എന്ന് പറയുന്നത് ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡിലാണ് പോകുന്നത്. ഏറ്റവും ലാസ്റ്റ് ജെല്ലിക്കെട്ടിൻ്റെ ഒരു വ്ളോഗാണ് പുള്ളി അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതൊന്നും അല്ല കേട്ടോ. അതിനു മുമ്പ് S24 അൾട്രയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട്. കൊതിയായിപ്പോൾ ഇങ്ങനെയൊക്കെ പഠിച്ച് വെച്ചിട്ടൊരു സാധനം ചെയ്യാമെന്ന് പറയുന്നത്. പുള്ളിയുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഒരു അടിപൊളി ക്രിയേറ്ററാണ്. പുള്ളീനെ നമ്മുടെ ചാനലിൽ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ഒരു ക്യാമറ വാങ്ങുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ആദ്യം ചോദിക്കാനുള്ള കാര്യം, എന്താണ് നിങ്ങളുടെ പർപ്പസ് എന്നുള്ളതാണ്. ഫോട്ടോ എടുക്കുക എന്നുള്ളതാണോ മെയിൻ പർപ്പസ്? വീഡിയോ എടുക്കുക എന്നുള്ളതാണോ പർപ്പസ്? അതോ ഫോട്ടോ എടുക്കും എന്നാൽ ഇടയ്ക്ക് വീഡിയോയും എടുക്കും എന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് യൂസർ ലെവലിൽ നിന്നിട്ടാണോ നിങ്ങളൊരു ക്യാമറ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്? ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളൊരു ക്യാമറ വാങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഫോണിന് പകരം, ഫോണാണെന്നുണ്ടെങ്കിൽ ഇത്ര മെഗാ പിക്സൽ, പിന്നെ വൈഡ് സൂം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു 35-40 രൂപ മുതലൊക്കെ അത്യാവശ്യം ഫോട്ടോഗ്രാഫിക്കുള്ള ഒരു ക്യാമറയൊക്കെ കിട്ടും. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന വിവോ X300 ആണ്. ഫോട്ടോഗ്രാഫി ആണ് നിങ്ങളുടെ മെയിൻ ഉദ്ദേശമെങ്കിൽ ഒരു 69-70 രൂപയ്ക്ക് ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷൻ. ഗംഭീര ഫോട്ടോസാണ് ഇതിൽ നിന്ന് നമുക്ക് കിട്ടുക. കുറേ ഫോൺസ് യൂസ് ചെയ്തു, പീക്ക് ലെവലിൽ നിൽക്കുന്ന ഫോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്, ഏറ്റവും ബേസിക് ഫോൺസ് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ക്യാമറയിൽ അവന്മാർ എന്തൊക്കെയോ പരിപാടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഗംഭീര ഫോട്ടോസ് കിട്ടും. പക്ഷേ ഫോണിൽ നിന്ന് നിങ്ങൾ ക്യാമറയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ, ഫോട്ടോഗ്രാഫിയാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ, പലരും ആദ്യം ഫോക്കസ് ചെയ്യുന്ന ഒരു ഘടകം എത്ര മെഗാ പിക്സലിൻ്റെ ഫോട്ടോയാണ് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കുന്നത് എന്തിനാണ്? നിങ്ങളൊരു വലിയ ബാനറിൽ പ്രിൻറ്റ് ചെയ്യാൻ പാകത്തിനോ, അല്ലെങ്കിൽ ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫി, ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പല ഭാഗങ്ങളും ക്രോപ്പ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു 30 മെഗാ പിക്സൽ അല്ലെങ്കിൽ ഒരു 200 മെഗാ പിക്സൽ എന്നൊക്കെ പറയുന്ന പോലെയൊക്കെ നമുക്ക് കയറി പോവാം. നല്ല കോസ്റ്റ്ലി ക്യാമറകൾ അവൈലബിൾ ആണ്. ഗംഭീര റിസൾട്ട് തരാൻ പറ്റുന്ന അത്രയും വലിയ മെഗാ പിക്സൽ കൗണ്ടുള്ള ക്യാമറാസ് ഉണ്ട്. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നമ്മളൊരു ബേസിക് ലെവലിലുള്ള ക്യാമറയൊക്കെ വാങ്ങിക്കുമ്പോൾ, ലെൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ക്യാമറകൾ വാങ്ങിച്ചു തുടങ്ങുമ്പോൾ 18-24 മെഗാ പിക്സൽ തുടങ്ങിയൊക്കെ ഇതിൻ്റെ റെസൊല്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ് ഒക്കെ ക്രോപ്പ് ചെയ്ത് അങ്ങനെ ഒരു ലെവലിലേക്ക് വരികയാണെങ്കിൽ മാത്രമേ അതിന് മുകളിലേക്കുള്ള ഒരു ക്യാമറയിലേക്ക് പോകേണ്ടതുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളൊരു പ്രൊഫഷണൽ ക്യാമറാമാൻ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായി ഈ വീഡിയോ കാണേണ്ട ഒരാവശ്യമില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസും എക്സ്പെർട്ടൈസും വെച്ച് നിങ്ങൾക്ക് ഒരു നല്ല ക്യാമറ ചൂസ് ചെയ്യാൻ അറിയാം. പക്ഷേ ഈ വീഡിയോ കാണുന്ന ബിഗിനർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ബിഗിനർ ടു അടുത്ത ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ മെഗാ പിക്സൽ അത് വേണം. പക്ഷേ അത് മാത്രം നോക്കി അതിൽ മാത്രം നമ്മൾ ഡിപ്പായി പോരുതെന്നുള്ളതാണ്. മറ്റൊന്ന്, റോ ഫയൽസ് ഷൂട്ട് ചെയ്യുമ്പോൾ 12 ബിറ്റ് 14 ബിറ്റ് എന്നൊക്കെ പറഞ്ഞ് പല ഗ്രേഡിൽ കിട്ടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എടുക്കുന്ന ഫോട്ടോസ് കളർ ചെയ്യുന്നില്ല, നിങ്ങളായിട്ട് അതിനകത്ത് ഒരുപാട് പണി എടുക്കുന്നില്ല എന്നാണെങ്കിൽ അത്രയും വലിയ സ്പെക്കിലേക്ക് പോയിട്ട് നമുക്ക് വലിയൊരു ചേഞ്ച് തരാൻ പോകുന്നില്ല. ഫോട്ടോ എടുക്കണം, എനിക്കറിയാം എങ്ങനെ ഫ്രെയിം വെച്ച് ഫോട്ടോ എടുക്കണമെന്നുള്ളത്. പക്ഷേ എടുക്കുന്നത് ഒരുപാട് പണിയെടുക്കാനൊന്നും വയ്യാന്നാണെങ്കിൽ ബെസ്റ്റ് ഓപ്ഷൻ ഗോ ഫോർ ഫ്യൂജി ക്യാമറാസ്. അത് നല്ലതാണ്. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ അപ്ലോഡ് ചെയ്യാൻ പാകത്തിന് നല്ല കളേഴ്സ് തരുന്ന ഒരു ക്യാമറയാണ് ഫ്യൂജി എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നിക്കോണിൻ്റെ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള ഒരുവിധപ്പെട്ട എല്ലാ ക്യാമറകളിലെയും ഫോട്ടോസ് ഞാൻ കാണുന്ന സമയത്ത്, ഞാൻ റിവ്യൂസ് നോക്കിയിട്ടുള്ളതാണ് പറയുന്നത്, എല്ലാത്തിലും എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ട്. പക്ഷേ ഫോട്ടോ എടുക്കാനാണ് നിങ്ങളൊരു ക്യാമറ വാങ്ങുന്നതെങ്കിൽ മെഗാ പിക്സലും എത്ര ബിറ്റിലാണ് നിങ്ങൾ ഫോട്ടോ എടുക്കുന്നതെന്നൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് അതിൻ്റെ നിങ്ങളുടെ നീഡുമായി ചേർത്തിട്ടുള്ള ഒരു അനാലിസിസ് നടത്താതെ ആരോ ഒരു റിവ്യൂവിൽ പറഞ്ഞു ഇത് ഭയങ്കര മെഗാ പിക്സൽ കൗണ്ടുള്ള ക്യാമറയാണെന്ന് പറഞ്ഞാൽ അത് ഓടിപ്പോയി വാങ്ങിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അത്രയും ബഡ്ജറ്റ് നമുക്ക് അതിലേക്ക് കൊടുക്കേണ്ട കാര്യം വരുന്നില്ല. ഇനി നിങ്ങളൊരു വീഡിയോ പേഴ്സൺ ആണെങ്കിൽ, വീഡിയോ എടുക്കാനാണ് നിങ്ങൾ ക്യാമറ വാങ്ങുന്നതെങ്കിൽ, നിങ്ങൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ
പോകുന്നത് ഫുൾ HD-യിലാണോ, അതായത് 1080p റെസൊല്യൂഷനിലാണോ, അതോ 4K-യിലാണോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്? 6.2K ഓപ്പൺ ഗേറ്റ് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്യാമറാസ് ഇപ്പോൾ അവൈലബിൾ ആണ്. എന്ന് വെച്ചാൽ ഇതാണ് ഒരു ക്യാമറയുടെ സെൻസറെങ്കിൽ ഈ പോർഷനും ചിലപ്പോൾ കട്ടായി പോയിട്ടായിരിക്കും വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ടാവുക. ഓപ്പൺ ഗേറ്റ് എന്ന് പറഞ്ഞാൽ ആ ഫുൾ സെൻസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ എടുക്കുന്ന വീഡിയോസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് കട്ട് ചെയ്ത് നമുക്കൊരു വെർട്ടിക്കൽ വീഡിയോ ആക്കാനും അതുപോലെ ഹൊറിസോണ്ടലി യൂട്യൂബിനൊക്കെ പറ്റുന്നൊരു പാറ്റേണിൽ ക്രോപ്പ് ചെയ്തെടുക്കാനും വളരെ എളുപ്പമാണ്. കാരണം അത്രയും ഡാറ്റ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് ഏത് ആസ്പെക്ട് റേഷ്യോയിൽ വേണമെങ്കിൽ ഒരു വീഡിയോ ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അത് നിങ്ങൾ ഷൂട്ട് ചെയ്യാൻ സാധ്യതയുണ്ടോ? അതോ നിങ്ങൾ 8K-യിലാണോ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്? ഇനി ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പാകത്തിന് പവർഫുൾ ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടർ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നുള്ളതാണ്. കാരണം വീഡിയോസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കോപ്പി ചെയ്ത് വെക്കണം, അതുപോലെ എഡിറ്റിംഗ് ആവശ്യമുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യണം. ഒരു 4K വീഡിയോ 60 FPS ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫയൽ സൈസ് വരും. അതായത് അത്രയും നല്ല ഹാർഡ് ഡിസ്ക് നമ്മുടെ കയ്യിൽ വേണം. നിങ്ങൾ യൂസ് ചെയ്യുന്നത് വലിയ കപ്പാസിറ്റി ഇല്ലാത്തൊരു ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഹാർഡ് ഡിസ്ക് വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ SSD വാങ്ങേണ്ടി വരും. കോസ്റ്റ്ലി പരിപാടിയാണ്. അതുപോലെ അങ്ങനെ ഒരു ഫയൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഏത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണെങ്കിലും അത് റൺ ചെയ്യാൻ പാകത്തിനുള്ള ഒരു സ്പെക്ക് നിങ്ങളുടെ കയ്യിൽ വേണം. അതില്ലാത്ത പക്ഷം കുറേ 8K ഷൂട്ട് ചെയ്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ കുറേ 6.2K 4K ഫയലോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് ഇത് ഷൂട്ട് ചെയ്തല്ലോ എന്ന് വെച്ച് നമ്മൾ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. കാരണം പോസ്റ്റ് പ്രോസസ്സിംഗിൽ നമ്മൾ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഒരുവിധം ഫുൾ HD വീഡിയോ ഒക്കെ മിക്കവാറും ലാപ്ടോപ്പുകൾക്ക് അല്ലെങ്കിൽ സിസ്റ്റംസിന് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ 4K മുതൽ നിങ്ങൾ മോഡിലേക്ക് പോകുമ്പോൾ ഈ വീഡിയോയുടെ ബിറ്റ് റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 60 ബിറ്റിൽ 100 ബിറ്റിൽ 300 ബിറ്റ്സിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇത് ഹാൻഡിൽ ചെയ്യാൻ നമ്മുടെ ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും വലിയ ഫോർമാറ്റ്? ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങളൊരു ഫിലിം മേക്കർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ബിറ്റ് റേറ്റ് എന്നറിയാം, നിങ്ങൾക്ക് എന്താണ് വീഡിയോ ഫോർമാറ്റുകൾ എന്നറിയാം. റോ വീഡിയോസ് അതിപ്പോൾ S-Log-ൽ ഷൂട്ട് ചെയ്യുന്നതാണെങ്കിലും ആപ്പിൾ പ്രോറസിലാണെങ്കിലും റെഡ് റോയിലാണെങ്കിലും ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കളർ ഗ്രേഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ കിട്ടിയാൽ അത് എഡിറ്റ് ചെയ്യാനുള്ള സിസ്റ്റവും നിങ്ങൾ മുന്നിൽ കണ്ടിട്ടുണ്ടാകും. ഞാൻ പറയുന്നത് ഒരു ബിഗിനർ ആയിട്ടുള്ള ക്യാമറ വാങ്ങാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അടുത്താണ്. നമ്മൾ ഇത്രയും ഹെവി ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ട് നാളെ ഞാൻ ഇത് ചെയ്യും എന്ന അത്രയും ഉറപ്പുണ്ടെങ്കിൽ നമ്മുടെ ഈ പൈസ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വാങ്ങിക്കാം. പക്ഷേ ഈ പരിപാടി ഒന്ന് സെറ്റ് ചെയ്ത് നോക്കണത് എങ്ങനെയാണ്, ഇതിൻ്റെ ഒരു അതൊന്ന് അറിഞ്ഞിട്ട് വേണം അപ്ഗ്രേഡ് ചെയ്യാൻ എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ചാടി കയറി ഇത്രയും വലിയ പൈസ മുടക്കേണ്ട കാര്യമില്ല. വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ പർപ്പസ് എങ്കിൽ അത് ഏതൊക്കെ ഫോർമാറ്റിലാണ് നിങ്ങൾ ഒരു ബിഗിനർ എന്നുള്ള രീതിയിൽ ഷൂട്ട് ചെയ്ത് തുടങ്ങുക, ആ ഷൂട്ട് ചെയ്യുന്ന വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പാകത്തിനുള്ളൊരു സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പ് വരുത്തുക. ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളൊരു ക്യാമറ വാങ്ങാൻ. ചില ആൾക്കാർ ഫോട്ടോസും എടുക്കും വീഡിയോസും എടുക്കും. അപ്പോൾ നമുക്കൊരു ഹൈബ്രിഡ് ക്യാമറ എന്നുള്ള രീതിയിൽ സെർച്ച് ചെയ്ത് പോകുന്നതാണ് ഏറ്റവും നല്ലത്. കുറച്ച് ടേംസ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ ഈ വീഡിയോ ചെയ്യുന്നത്. ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഇപ്പോൾ സോണി ആൽഫ സീരീസ് നോക്കാനാണെങ്കിൽ അവരുടെ R സീരീസിൽ വരുന്നതെല്ലാം റെസൊല്യൂഷൻ കൂടുതലുള്ള, അതായത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതേസമയം അവരുടെ S സീരീസിൽ വരുന്നത് കൂടുതലും വീഡിയോസിന് വേണ്ടിയിട്ടുള്ളതാണ്. R S ഇല്ലാതെ വരുന്ന സീരീസ് എന്ന് പറയുന്നത് അതൊരു ഹൈബ്രിഡ് ക്യാമറ എന്നുള്ള ലെവലിലാണ്. അതുപോലെ വ്ളോഗിങ് ക്യാമറാസ് ZV എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിൽ സോണി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നിക്കോണിലേക്ക് വരുമ്പോൾ എനിക്കിപ്പോൾ ഭ്രാന്ത് കയറിയിരിക്കുന്ന ഒരു ക്യാമറ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ എനിക്കൊരു മൂഡ് വന്നാൽ ഞാൻ ചിലപ്പോൾ വാങ്ങാൻ സാധ്യതയുള്ളൊരു ക്യാമറ നിക്കോണിൻ്റെ ZR എന്ന് പറയുന്ന ക്യാമറയാണ്. അതിൽ ഈ പറയുന്ന റോ ഫോർമാറ്റിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ഞാൻ ഷൂട്ട് ചെയ്യുമോ എന്നെനിക്ക് ഡൗട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫുട്ടേജ് ഞാൻ കളർ ഗ്രേഡ് ചെയ്തിട്ടുള്ളതാണ്. അതായത് S-Log-2ലാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്, സോണി ZV E10-ലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ ഗ്രേഡ് അപ്ലൈ ചെയ്തിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമെങ്കിലേ നിങ്ങൾ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്നൊരു ക്യാമറ നോക്കേണ്ട കാര്യമുള്ളൂ. ഞാനും ഈ പരിപാടി പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും ഒരു അപ്ഗ്രേഡേഷൻ ആലോചിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ ക്യാമറയിലേക്ക്, ഫോണിൽ നിന്ന് ക്യാമറയിലേക്കൊക്കെ അപ്ഗ്രേഡ് ആവുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ബിഗിനർ ലെവലിൽ കുറച്ച് ക്യാമറാസ് യൂസ് ചെയ്ത് പരിചയം വെച്ച് അടുത്തൊരു ക്യാമറ വാങ്ങാനാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണെന്ന് മനസ്സിലാക്കി, നിങ്ങളുടെ നീഡ് എന്താണ്, പർപ്പസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം ഒരു ക്യാമറ ചൂസ് ചെയ്യാൻ. രണ്ടാമത്തെ കാര്യം, എന്താണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള. നിങ്ങൾ ഫോട്ടോഗ്രാഫിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തിൻ്റെ ഫോട്ടോയാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത്. ഇപ്പോൾ കൊച്ചു കുട്ടികളുടെ ഫോട്ടോസൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഒരുവിധം ക്ലോസ് ആയിട്ട് നിന്നിട്ടായിരിക്കും ഫോട്ടോസ് എടുക്കുന്നുണ്ടാവുക. അതേസമയം നിങ്ങൾ ബേർഡ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സൂം റേഞ്ച് ഉള്ള ഒരു ക്യാമറ ലെൻസ് സിസ്റ്റമാണ് വേണ്ടത്. അതേസമയം നിങ്ങളൊരു ഫാഷൻ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ലെവലിലേക്കാണെങ്കിൽ നിങ്ങളുടെ ലെൻസിൻ്റെ റിക്വയർമെൻറ്റും ക്യാമറയ്ക്ക് വേണ്ടുന്ന ആ ക്വാളിറ്റിയുടെ റിക്വയർമെൻറ്റും വളരെ ഡിഫറൻ്റ് ആയിരിക്കും. ഇനി നിങ്ങൾ വീഡിയോ ആണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളതനുസരിച്ച് അതും മാറും. ജസ്റ്റ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന പോലെ സോണി ZV E10 ക്യാമറ വാങ്ങിച്ചാൽ മതി. അല്ലെങ്കിൽ കാനൻ്റെ 50V ആ ക്യാമറ ഉണ്ട്. അതുപോലെ ഒരു കുഞ്ഞു ക്യാമറയും അതിന് പറ്റുന്ന ഒരു പ്രൈം ലെൻസ് മാത്രം വാങ്ങിച്ചാൽ മതി. അല്ലാതെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകരുത്. അതേസമയം നിങ്ങൾ യൂട്യൂബിൽ ഇടുന്ന വീഡിയോ, നമ്മളിപ്പോൾ നേരെ പരമേശ്വരൻ കാര്യം പറഞ്ഞ പോലെ വ്ളോഗ് പോലെ, അതായത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഒത്തിരി ദൂരെയും അടുത്തുള്ള എല്ലാം മാറിയൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കേണ്ട ക്യാമറയും അതുപോലെ അതിൻ്റെ ലെൻസ് റിക്വയർമെൻറ്റും വളരെ ഡിഫറൻ്റ് ആയിരിക്കും. ഇനി ഫാഷൻ ഫോട്ടോഗ്രാഫിയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കയ്യിൽ ഒരുപാട് ലൈറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. ലെൻസ് മാത്രം പോരാ, ഒരുപാട് ഫിൽറ്റേഴ്സ് നമ്മൾ വാങ്ങേണ്ടതായിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ, പല ആളുകളും ഈ വീഡിയോ പരിപാടി അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി പരിപാടി തുടങ്ങുമ്പോൾ
വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം ഈ ബാക്ക് ഡ്രോപ്പാണ്. ഇത് സെറ്റ് ചെയ്യാനൊരു കോസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വെക്കുന്ന ഒരു ഔട്ട്പുട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ എന്തിനെയാണോ ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ എന്താണോ ക്യാപ്ചർ ചെയ്ത് അവതരിപ്പിക്കാൻ പോകുന്നത് ആ നീഡ് കൂടി നിങ്ങളുടെ ഉള്ളിൽ ക്ലിയർ ആയിട്ടുണ്ടാവണം. കാരണം ഡിഫറെൻറ്റ് ഫോർമാറ്റിൽ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിന് ഡിഫറെൻറ്റ് റിക്വയർമെൻറ്റ്സ് ആണുള്ളത്. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. അതായത് സ്റ്റാറ്റിക്കായി ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ ഫാഷൻ ഫോട്ടോഗ്രാഫി, നമ്മളൊരു മോഡലിനെ ഷൂട്ട് ചെയ്യുകയാണ്. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി എന്ന് പറയുമ്പോൾ ഈ സബ്ജക്റ്റ് ഇടയ്ക്കിടയ്ക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി നിങ്ങൾ സ്പോർട്സ് ഫോട്ടോഗ്രാഫിയാണ് എടുക്കാൻ പോകുന്നതെങ്കിൽ ഫാസ്റ്റ് മൂവിങ് ഒബ്ജക്ട്സ് ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ സബ്ജക്ട്സ് ആണ് നിങ്ങളുടെ കയ്യിൽ വരുന്നത്. അതിനൊക്കെ ഷൂട്ട് ചെയ്യണമെങ്കിൽ അത്രയും നല്ല ഷട്ടർ സ്പീഡുള്ള ബഫറിങ് എന്ന് വെച്ചാൽ നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ സ്പീഡിൽ ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യണം. ക്യാപ്ചർ ചെയ്താൽ മാത്രം പോരാ, അത് മെമ്മറി കാർഡിലേക്ക് സേവ് ചെയ്യപ്പെടുന്നതും വളരെ ഫാസ്റ്റായിട്ടായിരിക്കണം. അത്രയും ഫാസ്റ്റായിട്ടുള്ളൊരു ക്യാമറ നിങ്ങൾക്ക് ആവശ്യം വരും. അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 10-20 ഫോട്ടോ കഴിയുമ്പോൾ ബഫറിംഗ് എന്ന് പറഞ്ഞാൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇത് നോക്കിയിരിക്കണം. അപ്പോഴേക്കും നമുക്ക് ഫോട്ടോ എടുക്കേണ്ട സബ്ജക്റ്റ് പോയിട്ടുണ്ടാവും. അതേസമയം സ്റ്റാറ്റിക് ആയിട്ടുള്ള ഫോട്ടോസ് പതുക്കെയാണ് നിങ്ങൾ എടുക്കുന്നത്, നിങ്ങൾക്ക് കുറച്ചും കൂടി ഒരു സ്പേസ് കിട്ടുകയാണ്. ഇനി ഇതുപോലൊരു യൂട്യൂബ് വീഡിയോ ആണ് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നതെങ്കിൽ പ്രോപ്പർ ലൈറ്റ് വേണം. ചിലപ്പോൾ ഈ ലൈറ്റിലായിരിക്കില്ല ചില കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ഷൂട്ട് ചെയ്യുന്നത്, എക്സ്ട്രാ ലൈറ്റ് വെച്ചിട്ടല്ല, അവർ നാച്ചുറൽ ലൈറ്റിലാണ്. അപ്പോൾ ജനലിൻ്റെ കർട്ടൻ മാറ്റിയിട്ട് കഴിഞ്ഞാൽ എനിക്കും അതേപോലെയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ ഒരു പാറ്റേണാണ് നോക്കുന്നത്. ഇനി മറ്റൊന്ന് ഒരു വ്ളോഗ് സ്റ്റൈലിൽ പോകുന്നുണ്ട്. അതായത് നമ്മൾ കാണുന്ന ഒരു ടിപ്പിക്കൽ ഹലോ ഗൈസ് വ്ളോഗ് പരിപാടിയുണ്ട്. അത് കൂടാണ്ട് ഒരു സ്റ്റോറി ടെല്ലിംഗ് മെത്തേഡ് ഉണ്ട്. നമ്മളിവിടെ എടുക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോറി ടെല്ലിംഗ് പരിപാടിയാണ്. മൈക്കൊക്കെ വെച്ച് ഞാനിരുന്ന് കഥാപ്രസംഗം നടത്തുന്നു, നിങ്ങൾ കാണുന്നു. അപ്പോൾ നിങ്ങൾ വ്ളോഗാണ് ചെയ്യുന്നതെങ്കിൽ കുറേ കൂടി സ്റ്റെബിലൈസേഷൻ ഓക്കെ ആയിട്ടുള്ളൊരു ക്യാമറയാണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്. ഇപ്പോൾ എൻ്റെ ക്യാമറയിൽ എനിക്ക് സ്റ്റെബിലൈസേഷൻ ഒരു വിഷയമേ അല്ല, കാരണം ഞാനൊരു ട്രൈപോഡിലാണ് ഇത് വെച്ചിട്ടുള്ളത്. പക്ഷേ കാർത്തിക് സൂര്യയുടെ വ്ളോഗ് നോക്കിയാൽ അവൻ എടുത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും സ്റ്റെബിലൈസേഷൻ ഉള്ളൊരു ക്യാമറ വേണം. ചില കേസിൽ നമുക്ക് ഹെവി വീഡിയോ ക്വാളിറ്റി വേണമെന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ക്യാമറയ്ക്ക് പകരം ഒരു ഫുൾ ഫ്രെയിം ക്യാമറയും അതിൻ്റെ ലെൻസും ഒക്കെ വെച്ച് ഇപ്പോൾ ZR പോലെ ഒരു ക്യാമറയൊക്കെ കൊണ്ടുവന്ന് ഇവിടെ സെറ്റ് ചെയ്ത് പ്രോപ്പർ ലൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ക്വാളിറ്റി ഭയങ്കരമായിട്ട് ബൂം ചെയ്യും. പക്ഷേ ആ വീഡിയോ ക്വാളിറ്റി അങ്ങനെ ബൂം ചെയ്യുന്നതിന് എനിക്ക് കുറേ എക്സ്പെൻസ് ഉണ്ട്. അത് റൺ ചെയ്യാൻ പറ്റുന്നൊരു സിസ്റ്റം എൻ്റെ കയ്യിൽ വേണം, നല്ല ലൈറ്റ്സ് വേണം, നല്ല ലെൻസ് വേണം, ഞാൻ ലേൺ ചെയ്യണം, ഇത്രയും പരിപാടികൾ നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ഷൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ഘടകമാണ് ഒരു ക്യാമറ വാങ്ങുമ്പോൾ. സ്റ്റെബിലൈസേഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കുക. ലെൻസിൻ്റെ സ്റ്റെബിലൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷൻ ആണോ അതോ ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ ആണോ ക്യാമറയിലുള്ളത്, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കുറേയും കൂടി ബെറ്റർ ആയിട്ട് വരുന്നുണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷനും അതുപോലെ ക്യാമറയുടെ സെൻസറിൻ്റെ സ്റ്റെബിലൈസേഷനും രണ്ടും ഏകദേശം ഒരുപോലെ വരുന്ന പോലെ നല്ല രീതിയിലുള്ള സ്റ്റെബിലൈസേഷൻസ് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി വേണമെങ്കിൽ നമ്മൾ അത്രയും പൈസ മുടക്കിയിട്ടുള്ള ക്യാമറ വേണ്ടി വരും. പക്ഷേ മിക്കവാറും കേസുകളിൽ അങ്ങനെ വേണ്ട. നമുക്ക് 4Kയിൽ തരക്കേടില്ലാത്ത ഒരു വീഡിയോ കിട്ടണം എന്നാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഒരു വീഡിയോ ആണെങ്കിൽ ഒരു ബേസിക് ക്യാമറ മതി. ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ലെൻസിലായിരിക്കും. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ ഒരു ഫോട്ടോഗ്രാഫി സ്റ്റൈലാണ്, ഇപ്പോൾ സ്പോർട്സ് ആണ് അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ആണ്, അപ്പോൾ നിങ്ങൾക്ക് അത്രയും നല്ല ക്യാമറ വേണ്ടി വരും. ഇത് ഏത് വേണം എന്നുള്ളത് തീരുമാനിക്കുന്നതിൽ മറ്റൊരു ഘടകം നിങ്ങളൊരു പ്രൊഫഷണൽ ആണോ, നിങ്ങൾ ജസ്റ്റ് ഒരു എന്തൂസിയാസ്റ്റ്, അതായത് തുടങ്ങി നോക്കണം, ചിലപ്പോൾ ഞാൻ ചെയ്യുമായിരിക്കും ചിലപ്പോൾ ചെയ്യില്ല, അങ്ങനെയാണോ അതോ വല്ല കാലത്തും ഹോബി എന്നുള്ള രീതിയിൽ എടുത്തേ അത്രേ ഉള്ളൂ എന്നാണെങ്കിൽ നമ്മൾ എന്തിനാണ് അവിടെ അത്രയും ഒരു പ്രൊഫഷണൽ ചിലവാക്കുന്ന അത്രയും പണം ചിലവാക്കുന്നത്? നമ്മുടെ കയ്യിൽ ഒരുപാട് കാശുണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്ത പക്ഷം എന്തിനാണ്? അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ബഡ്ജറ്റാണ്. നിങ്ങളുടെ കയ്യിൽ എത്ര രൂപ ബഡ്ജറ്റുണ്ട്? ഏറ്റവും മിനിമം ഞാൻ പറയുകയാണെങ്കിൽ ഒരു 70,000 രൂപയെങ്കിലും നമ്മുടെ കയ്യിൽ ബഡ്ജറ്റായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്യാമറയിലേക്ക് സ്വിച്ച് ചെയ്താൽ മതി എന്നേ ഞാൻ പറയുള്ളൂ. EMI എടുക്കണോ അല്ലാതെ എടുക്കണോ എന്നൊക്കെയുള്ള നിങ്ങളുടെ ചോയ്സ്. പക്ഷേ ഒരു 70,000 രൂപ മിനിമം ബഡ്ജറ്റിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ. അതിൻ്റെ കാരണം നമുക്ക് പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറയുണ്ട്, ലെൻസ് ഇടാൻ പറ്റുന്ന ക്യാമറയുണ്ട്. ലെൻസ് ഒന്നും മാറ്റാതെ നമ്മൾ ഓണാക്കുന്ന സമയത്ത് ലെൻസ് പുറത്തേക്ക് തള്ളി വരുന്ന പോലത്തെ ക്യാമറ പരിപാടിയാണ് പോയിൻ്റ് ആൻഡ് ഷൂട്ട് എന്ന് പറയുന്നത്. പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറാസ് ആർ ഗുഡ്. വ്ളോഗ് ചെയ്യാനും ഇതുപോലെയുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യാനും നിങ്ങൾക്ക് അല്ലാതെ കൊണ്ട് നടന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാനും ഒക്കെ അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാനും ഒക്കെ ഈ പറയുന്ന ക്യാമറാസ് നല്ലതാണ്. പക്ഷേ നമുക്കൊരു ഡിഫറെൻറ്റ് സെനാരിയോ ഷൂട്ട് ചെയ്യണം എന്നൊരു ഘട്ടം വന്നാൽ ചിലപ്പോൾ ഒരുപാട് സൂം ചെയ്തിട്ടുള്ളൊരു ഷോട്ട് എടുക്കാനായിരിക്കും, ചിലപ്പോൾ കുറച്ച് അൾട്രാ വൈഡ് ആയിട്ടുള്ളൊരു ഷോട്ട് എടുക്കാനായിരിക്കും. അങ്ങനെ പലതരം സാഹചര്യങ്ങൾ വരുമ്പോൾ ഈ ലെൻസ് ഒന്ന് മാറ്റിയിട്ട് അടുത്തൊരു ലെൻസ് ഇട്ടാൽ നമുക്ക് വേറൊരു പെർസ്പെക്റ്റീവിൽ കിട്ടുമായിരിക്കും. ഇതേ ക്ലിപ്പ് തന്നെ നിങ്ങൾ വൈഡ് ആയിട്ടുള്ളൊരു ലെൻസ് വെച്ച് കണ്ടാൽ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഫീൽ ആയിരിക്കും. സൂം ലെൻസ് വെക്കുമ്പോൾ ഇത് മാറും. കാരണം സൂം ലെൻസ് വെക്കുമ്പോൾ എൻ്റെ മുഖത്തേക്ക് സൂം ആവുന്നു എന്നുള്ളത് മാത്രമല്ല സംഭവിക്കുന്നത്, ഇത് ഷൂട്ട് ചെയ്യപ്പെടുന്ന ആംഗിൾ കൂടി ചെറുതാവാണ്. അതായത് എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളിപ്പോൾ കാണുന്ന ഇത്രയും സാധനങ്ങൾ കാണില്ല, അല്ലെങ്കിൽ ഇത് ഇത്രയും വൈഡ് ആയിട്ടായിരിക്കില്ല കാണാൻ, കുറച്ചും കൂടി ക്രിസ്പായിട്ടായിരിക്കും കാണാം. ഈ പെർസ്പെക്റ്റീവ് ചേഞ്ച് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് ലെൻസസ് യൂസ് ചെയ്യേണ്ടി വരും. പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറ ഒരു 30+ ആ ഒരു പൈസയ്ക്കൊക്കെ നമുക്ക് കിട്ടും, അത്യാവശ്യം കൊള്ളാവുന്ന കേട്ടോ. അതിന് മുകളിലേക്ക് നല്ല പ്രൈസ് റേഞ്ച് വരെയും പോയിൻ്റ് ആൻഡ് ഷൂട്ട് ക്യാമറാസ് പോകുന്നുണ്ട്. പക്ഷേ നിങ്ങളൊരു ലെൻസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ക്യാമറയാണ് വാങ്ങുന്നതെങ്കിൽ ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് വേണം എന്ന് തോന്നുമ്പോൾ
ജസ്റ്റ് ഒരു ലെൻസ് മാത്രം നമ്മൾ വാങ്ങിച്ചാൽ മതി. അതായത് ആദ്യം നിങ്ങൾ ഇതുപോലൊരു ക്യാമറ വാങ്ങിച്ചു, എൻ്റെ കയ്യിൽ ഇരിക്കുന്ന പോലത്തെ ഒരു ലെൻസ് വെച്ചു, പക്ഷേ ഈ വ്യൂ അല്ല, നിങ്ങൾക്ക് കുറച്ചും കൂടി വൈഡായിട്ടുള്ളൊരു വ്യൂ ആണ് വേണ്ടത്. അപ്പോൾ തരക്കേടില്ലാത്ത റേഞ്ചിൽ നമുക്ക് ഒരു വൈഡ് ലെൻസ് വാങ്ങിക്കുക, അത് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അതല്ല സൂം ലെൻസ് ആണ് വേണ്ടത്, നമുക്ക് കുറച്ച് ദൂരെയുള്ള സബ്ജക്റ്റിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ മറ്റൊരു പെർസ്പെക്റ്റീവിൽ വേണം, മറ്റൊരു ലെൻസ് നമുക്ക് ട്രൈ ചെയ്യാം. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്താ അറിയോ, നിങ്ങളൊരു ക്യാമറ വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ക്യാമറ എവിടെയെങ്കിലും റെൻറ്റിന് കിട്ടുമെന്ന് നോക്കുക. ചിലപ്പോൾ ഒരു 1000-1500 രൂപ 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് ആ ക്യാമറയും അതിന് പറ്റുന്നൊരു ലെൻസും റെൻറ്റിന് എടുക്കാൻ പറ്റും. ഷൂട്ട് ചെയ്ത് നോക്കുക. ഷൂട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സിസ്റ്റത്തിലേക്ക് ആ ഫുട്ടേജ് കോപ്പി ചെയ്ത് നോക്കുക. കോപ്പി ചെയ്തിട്ട് അത് എഡിറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നിങ്ങളുടെ സിസ്റ്റം അത് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ചെയ്തെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞൊരു കോൺഫിഡൻസ് വരികയാണെങ്കിൽ, ക്യാമറയിൽ നിന്നുള്ള ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങളത് വാങ്ങിച്ചാൽ മതിയല്ലോ. ഞാനൊരു 60-70 ബഡ്ജറ്റ് പറയാനുള്ളൊരു കാരണം, നിലവിൽ അവൈലബിൾ ആയിട്ടുള്ള ക്യാമറാസിൽ ഒരുപക്ഷെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ ഏറ്റവും നല്ല ക്വാളിറ്റി 4K ഔട്ട്പുട്ട് എടുക്കാൻ പറ്റുന്നൊരു ക്യാമറ ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സോണി ZV-E10 ആണ്. ക്യാനൻ്റെ ക്രോപ്പ് സെൻസർ ക്യാമറ ഉണ്ട്, പക്ഷേ അത് 70 രൂപയിൽ എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്യൂജിയുടെ XM5 ഉണ്ട്, ഗംഭീര ക്യാമറയാണെന്നാണ് ഞാൻ എല്ലാ റിവ്യൂസിലും കാണുന്നത്. പക്ഷേ ബാറ്ററി ബാക്കപ്പ് ഇച്ചിരി ശോകമാണ്. അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസും കുറച്ച് മുകളിലാണ് നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ സെക്കൻഡ് എടുക്കുകയാണെങ്കിൽ ഒരു 40-42 രൂപയ്ക്ക് ZV-E10 ക്യാമറ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇപ്പം നിങ്ങൾ എൻ്റെ പല വീഡിയോസും സിനിഫൈൽ ചാനലിലൊക്കെ കയറി നോക്കിക്കഴിഞ്ഞാൽ 1 മണിക്കൂറിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഈ ക്യാമറയ്ക്ക് പറ്റും. എനിക്ക് ഇതുവരെ ഒരു ഓവർ ഹീറ്റിംഗ് വാർണിംഗ് കിട്ടിയിട്ടില്ല. ഞാൻ AC ഉള്ള റൂമിലാണ് ഇരിക്കുന്നത്, പക്ഷേ ഈ ലൈറ്റൊക്കെ വന്നു കഴിയുമ്പോഴേക്ക് AC ഞാൻ അറിയാറ് പോലുമില്ല. ഉള്ളിൽ ഞാൻ ചിലപ്പോൾ വേർക്കുന്നുണ്ടാവും. പക്ഷേ ഈ ക്യാമറ ഒരു 1.5 മണിക്കൂർ എനിക്ക് പ്രോപ്പറായിട്ട് റെക്കോർഡിംഗ് ടൈം കിട്ടും. 4K 24 FPS സുഖമായിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയും ഒരു ബാറ്ററി ബാക്കപ്പും കൂടി തരുന്നു എന്നുള്ളത് ZV-E10 ഒരു വലിയ പ്രത്യേകതയാണ്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് സിഗ്മയുടെ 30mm ലെൻസാണ്. അത് 1.4 ആണ് അതിൻ്റെ അപ്പേച്ചർ. അതുകൊണ്ടാണ് ബാക്ക്ഗ്രൗണ്ട് ഇത്ര ബ്ലറായിട്ട് കിട്ടുന്നത്. ആ ലെൻസിന് 25-28 രൂപ എന്താണ് ഞാൻ വാങ്ങുമ്പോൾ. ഇത് ഓഫർ വരുന്ന സമയത്ത് നോക്കി വാങ്ങിച്ചാൽ നിങ്ങൾക്ക് നല്ല പ്രൈസ് കുറഞ്ഞിട്ടുള്ള ലെൻസസ് കിട്ടും. 20,000 രൂപയ്ക്ക് 50mm പ്രൈം ലെൻസ് നമുക്ക് കിട്ടും. അത് നല്ല ക്വാളിറ്റി ഔട്ട്പുട്ടാണ് തരുന്നത്. അതായത് ഒരു 60-70 രൂപയ്ക്ക് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി 4K ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറ കിട്ടും. ഇനി ഫോട്ടോ എടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു ബിഗിനർ സ്റ്റേജിൽ ഞാൻ സജസ്റ്റ് ചെയ്യുക സോണിയുടെ A6100 ഉണ്ട്. അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. കുറച്ചും കൂടി ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 6400 പോകാം. വീണ്ടും പൈസ ഉണ്ടെങ്കിൽ A6700 ഉണ്ട്. അതുപോലെ ഫ്യൂജിയുടെ XS20 എന്ന് പറയുന്ന ക്യാമറ നല്ല റിസൾട്ട് തരുന്ന ഒരു ക്യാമറയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിലേക്കൊക്കെ പോകുന്ന സമയത്ത് മറ്റ് പല ബ്രാൻഡുകളുടെയും പല ക്യാമറാസും അവൈലബിൾ ആണ്. ക്യാനൻ്റെ R8 കുറച്ച് പഴയ ക്യാമറയാണ്, പക്ഷേ അതിൻ്റെ ക്യാമറ ക്വാളിറ്റി, അതിൻ്റെ ഔട്ട്പുട്ട്, അതിപ്പോൾ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും അത്യാവശ്യം നല്ലതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു ബിഗിനർ സ്റ്റേജിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഞാൻ വീണ്ടും ചോദിക്കുന്നത് എന്തിനാണ് ഇത്രയും പൈസ മുടക്കുന്നത് എന്നുള്ളതാണ്. സോണി ZV-E10 വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എടുക്കാൻ പറ്റും. പക്ഷേ ഫോട്ടോഗ്രാഫിയിൽ ദി ബെസ്റ്റ് എന്ന് ഞാൻ ഇതിനെക്കുറിച്ച് പറയില്ല. ഇതിൻ്റെ സിമിലർ സ്പെക്കിൽ നിങ്ങൾക്ക് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന നല്ല ക്യാമറ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സോണി A6100 ആണ്. അതും ഏതാണ്ട് ഈ റേറ്റിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി 1 ലക്ഷത്തിന് മുകളിലേക്ക് നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അധികം ആരും ഇവിടെ പറഞ്ഞു കേട്ടിട്ടില്ലാത്തൊരു ക്യാമറയാണ് പാനസോണിക്കിൻ്റെ ലൂമിക്സ് S9 എന്ന് പറയുന്ന ക്യാമറ. ഫുൾ ഫ്രെയിം ക്യാമറയാണ്, അപാര ബാറ്ററി ബാക്കപ്പാണ്. അതിനകത്ത് നമുക്ക് ലഡ്സ്, അതായത് നമ്മുടെ കയ്യിൽ ഒരു കളർ ഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു സാധനം ഉണ്ടെങ്കിൽ അത് അതുപോലെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോയിലേക്ക് അത് പ്രീ അപ്ലൈഡ് ആയിട്ട് നമുക്ക് കിട്ടും. ഫോട്ടോസിലും വീഡിയോസിലും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. ഫ്യൂജിയുടെ XS20 ഫ്യൂജി ഫിലിമിൻ്റെ ക്യാമറയുടെ, അതായത് XH2S അതേ സെൻസറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപാര വീഡിയോ ക്വാളിറ്റിയാണ് ആ ക്യാമറയ്ക്കുള്ളത്. അതിനും കുറച്ചും കൂടി മുകളിലേക്ക് വേണമെങ്കിൽ സോണിയുടെ ZV-E1 വരുന്നുണ്ട് ആസ് എ വീഡിയോ ക്യാമറ. ഫോട്ടോഗ്രാഫിക്ക് ലൂമിക്സിൻ്റെ ഈ S9 അത് 110-120 നമുക്ക് കിട്ടും. ആ പ്രൈസിന് അതൊരു നല്ല ഡീലായിട്ട് എനിക്ക് തോന്നി. അതുപോലെ സോണിയുടെ A7R സീരീസ് നമുക്ക് ആ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ കുറച്ച് പഴയത്, അതായത് 1 വർഷം 2 വർഷം മുമ്പത്തെ ക്യാമറ നോക്കിയാൽ അതിൻ്റെ സെക്കൻഡ്സിലേക്കും കൂടി പോയാൽ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ ആസ് എ ബിഗിനർ പഠിച്ചു തുടങ്ങാനുള്ള ക്യാമറ കിട്ടും. ഫോട്ടോസ് ആണെങ്കിലും വീഡിയോസ് ആണെങ്കിലും ഇഫ് യു ആർ എ ബിഗിനർ സ്റ്റാർട്ട് വിത്ത് സ്മോൾ ക്യാമറ എന്നേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ബഡ്ജറ്റിനെ കുറിച്ച് പറയുമ്പോൾ പല ആളുകളും ചിന്തിക്കാതെ പോകുന്ന ഒരു കാര്യമാണ്. ദാറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഒരു ക്യാമറയിലേക്ക് നോക്കുമ്പോൾ ആ ക്യാമറ ചിലപ്പോൾ ഒരു 60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. ആ ക്യാമറയുടെ പുറത്തൊരു ലെൻസും വെച്ചിട്ടുണ്ടാകും. അത് മിക്കവാറും കിറ്റ് ലെൻസ് ആയിരിക്കും. കിറ്റ് ലെൻസിൻ്റെ ക്വാളിറ്റി, കിറ്റ് ലെൻസ് മതി നമുക്ക് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഷൂട്ട് ചെയ്യാൻ, അത് മതി. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു നല്ല ക്വാളിറ്റി വേണം എന്നാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ എക്സ്ട്രാ ലെൻസ് വാങ്ങേണ്ടി വരും. പ്രൈം ലെൻസസ് ആണ് ഫോട്ടോസിനും വീഡിയോസിനും അത്യാവശ്യം നല്ല ക്വാളിറ്റി തരിക. പക്ഷേ നിങ്ങളുടെ നീഡ് അനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് സൂം ലെൻസുകൾ വാങ്ങേണ്ടി വരും. അപ്പോൾ ആ ലെൻസ് വാങ്ങുക എന്ന് പറയുന്നത് ക്യാമറ പർച്ചേസ് ചെയ്തതിന് ശേഷം വരുന്ന ഒരു എക്സ്പെൻസ് ആണ്. പല ആളുകളും അതിനെക്കുറിച്ച് ചിന്തിക്കില്ല. ഇപ്പോൾ സൂപ്പർ ബൈക്ക് വാങ്ങിക്കാൻ എല്ലാവരും ബഡ്ജറ്റ് ഇടും, പക്ഷേ സേഫ്റ്റി ഗിയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റ് പ്ലാൻ ചെയ്യില്ല. അത്യാവശ്യം നല്ല ജാക്കറ്റും പാൻസും ബൂട്ട്സും ഹെൽമെറ്റും എല്ലാം കൂടി വാങ്ങിച്ചു വരുമ്പോൾ എൻ്റെ അടുത്ത് ഞാനൊരു ആളെ വിളിച്ചിട്ട്, ഒരു എക്സ്പേർട്ടിനെ വിളിച്ചിട്ട് ഏറ്റവും സേഫായിട്ടിരിക്കാൻ പറ്റുന്ന സാധനങ്ങളുടെ ലിസ്റ്റ് ചോദിച്ചപ്പോൾ ഏറ്റവും കുറഞ്ഞത് 50,000 രൂപയാണ്.
അതായത് ബൈക്കിന് 2.5 ലക്ഷമോ 3 ലക്ഷമോ നമ്മൾ മുടക്കുമ്പോൾ ഒരു 50,000 രൂപ നമ്മൾ നമ്മുടെ സേഫ്റ്റിക്ക് മുടക്കണമെന്ന് പറയുന്ന പോലെ നിങ്ങളൊരു നല്ല ക്യാമറ വാങ്ങുമ്പോൾ ക്യാമറ ഈസ് ഓൾ അബൌട്ട് ലെൻസസ്. എന്ത് ലെൻസാണോ നിങ്ങൾ അതിൽ വെക്കുന്നത്, കാരണം ഇത് ഗ്ലാസിൻ്റെ കളിയാണ്. ലൈറ്റ് വരുന്നു, അതൊരു ഗ്ലാസ്സിലൂടെ കടന്നു പോകുന്നു, ഒരു സെൻസറിൽ ചെന്ന് വീഴുന്നു. ആ ലൈറ്റിനെ ഏറ്റവും നന്നായി ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന, പരമാവധി ലൈറ്റിനെ എടുക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു നല്ല ലെൻസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിലാണ് ഏറ്റവും നല്ല ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ ZV-E10 ആണ് ഈ ക്യാമറ. ഇതിനകത്ത് ഞാൻ കിറ്റ് ലെൻസ് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചോദിക്കും എന്ത് പറ്റി വീഡിയോയ്ക്ക് ഒരു ഭംഗിയില്ലല്ലോ. പക്ഷേ ഈ ലെൻസ് ഇടുമ്പോൾ ഇതിന് ഈ ക്വാളിറ്റി ഉണ്ടാവും. കുറച്ചും കൂടി വില കൂടിയിട്ടുള്ള ഇപ്പോൾ 1.5 ലക്ഷം രൂപയുടെ ഒരു ലെൻസ് ഞാൻ ഇതിലിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡിഫറൻസ് ഉറപ്പായിട്ടും സ്പോട്ട് ചെയ്യാൻ പറ്റും. കാരണം അത് നല്ല ഗ്ലാസ് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്, നല്ല കോട്ടിംഗ് ഉള്ളതുകൊണ്ടാണ്. സോ ദ ഫസ്റ്റ് എക്സ്പെൻസ് ലെൻസ് വാങ്ങുക എന്നുള്ളതാണ്. അതിന് നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടോ? രണ്ടാമത്തെ കാര്യം, ഈ എടുക്കുന്ന ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും അത് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റം നിങ്ങളുടെ കയ്യിലുണ്ടോ? ഒന്നെങ്കിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോണോ ടാബ്ലറ്റോ നിങ്ങളുടെ കയ്യിലുണ്ടോ, അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ നിങ്ങളുടെ കയ്യിലുണ്ടോ. നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു 30 മെഗാ പിക്സലിൻ്റെ അല്ലെങ്കിൽ ഒരു 50 മെഗാ പിക്സലിൻ്റെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടോ അത് ഓപ്പൺ ചെയ്യാൻ നിങ്ങളുടെ സിസ്റ്റത്തിന് പറ്റുമോ? ഓപ്പൺ ചെയ്ത് അത് ലൈറ്റ് റൂമിലോ മറ്റോ ഇട്ട് അത് കളർ ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സിസ്റ്റം ഹാങ് ആവാതിരിക്കുമോ? ഇനി നിങ്ങൾ കളർ ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആക്യുറേറ്റ് കളറാണോ, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളർ തന്നെയാണോ നിങ്ങളുടെ സ്ക്രീൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, കളർ കാണിച്ചു തരുന്നത്? അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കളർ ഗ്രേഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ബാക്കിയുള്ളവർക്ക് എന്തുവാണ് ഇത് പുകച്ചു വെച്ചിരിക്കുന്നത്? ഈ പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും പറ്റുന്നൊരു സിസ്റ്റം നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങളൊരു 4K വീഡിയോ, ഒരു 100 അല്ലെങ്കിൽ 200 Mbps ഒരു വീഡിയോ നിങ്ങൾ ഷൂട്ട് ചെയ്തു, ഇപ്പോൾ ആപ്പിൾ പ്രോറസ് ഷൂട്ട് ചെയ്തു, ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം നിങ്ങളുടെ കയ്യിലുണ്ടോ? 3, ഇതൊക്കെ ചെയ്യാൻ പറ്റിയ സോഫ്റ്റ്വെയർസ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഫോട്ടോസ് ഫോട്ടോഷോപ്പ്, ലൈറ്റ് റൂം പോലെയുള്ള ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. എഡിറ്റ് ചെയ്യാനാണെങ്കിൽ പ്രീമിയറോ ഫൈനൽ കട്ടോ ഡാവിഞ്ചി ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യാനുള്ള ഈ സോഫ്റ്റ്വെയർ നിങ്ങളുടെ കയ്യിലുണ്ടോ? ഫ്രീ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്, ക്രാക്ഡ് യൂസ് ചെയ്യുന്നവരും ഉണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ്റെ എല്ലാ ഗുണഗണങ്ങളും കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ പർച്ചേസ് ചെയ്തിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ മോഡലിലാണ് പലരും വർക്ക് ചെയ്യുന്നത്. ആ സബ്സ്ക്രിപ്ഷൻ നിങ്ങളുടെ കയ്യിലുണ്ടോ? അതിനൊരു കോസ്റ്റ് ഇല്ലേ? മറ്റൊരു വളരെ സിമ്പിളായിട്ടുള്ള കാര്യം, മെമ്മറി കാർഡ്. ഇപ്പോൾ ഒരുവിധപ്പെട്ട ക്യാമറാസിൻ്റെ കൂടെയൊക്കെ മെമ്മറി കാർഡൊക്കെ അവൈലബിൾ ആണ്. പക്ഷേ ആ മെമ്മറി കാർഡ് ഇസ് നോട്ട് ഇനഫ്. നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു മെമ്മറി കാർഡ് വാങ്ങിക്കണം. നേരത്തെ പറഞ്ഞ പോലെ സ്പോർട്സ് ഫോട്ടോഗ്രാഫിയോ അല്ലെങ്കിൽ 4Kയോ 6Kയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഫാസ്റ്റായിട്ട് റീഡ് ആൻഡ് റൈറ്റ് സ്പീഡുള്ളൊരു കാർഡ് നിങ്ങൾക്ക് വേണം. അല്ലെങ്കിൽ ക്യാമറ പെട്ടെന്ന് ഹീറ്റ് ആവും, കാർഡ് ചിലപ്പോൾ കറപ്റ്റ് ആയി പോകും, അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല മെമ്മറി കാർഡ് നിങ്ങൾ വാങ്ങിക്കണം. ഒരു CF എക്സ്പ്രസ് കാർഡൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഒരു ലെൻസ് വാങ്ങിക്കുന്നതിൻ്റെ പെർസെൻറ്റേജ് ആണ് നമ്മൾ കൊടുക്കേണ്ടി വരിക. നല്ല ലൈറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടോ? നാച്ചുറൽ ലൈറ്റിൽ ഷൂട്ട് ചെയ്യുന്ന ആണെങ്കിൽ ഇറ്റ്സ് ഫൈൻ. പക്ഷെ അല്ലാത്ത പക്ഷം നമ്മുടെ കയ്യിൽ പ്രോപ്പർ ലൈറ്റ്സ് ഉണ്ടോ? ലൈറ്റിന് സ്റ്റാൻഡ്, അതിൻ്റെ കൂടെ വെക്കാനുള്ള മറ്റേ ഗ്ലോബ് പോലത്തെ സാധനങ്ങൾ, ഇതൊക്കെ വാങ്ങിച്ചു വരുമ്പോഴേക്കും അതൊരു കോസ്റ്റാണ്. ഒരു ലേറ്റസ്റ്റ് സ്റ്റേജിൽ നമ്മൾ തിരിച്ചറിയുന്നത്, ഇപ്പോൾ ഞാനൊക്കെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പലതരം ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. ആ ഫിൽറ്റേഴ്സ് ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടും വളരെ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിസൾട്ട് ഒരു ക്യാമറയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ലെൻസ് ഫിൽറ്റേഴ്സ് നിങ്ങൾ വാങ്ങുന്നുണ്ടോ? അതിൻ്റെ ബഡ്ജറ്റിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? അല്ലെങ്കിൽ ഏത് ഫിൽറ്റർ വെച്ചാലാണ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇഷ്ടപ്പെട്ട ആ ഫോട്ടോ നിങ്ങൾക്ക് ഒരു ക്യാമറ വെച്ചുകൂടെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക? അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടോ? വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയിട്ടുള്ളൊരു കുഞ്ഞു കാര്യം, ഒരു നല്ല ട്രൈപോഡ് വാങ്ങിക്കണ്ടേ? നമുക്ക് 700-800 രൂപയ്ക്കൊക്കെ ട്രൈപോഡ് വാങ്ങിക്കാൻ കിട്ടും. ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡിന് 700 രൂപയെ വിലയുള്ളൂ. എനിക്കിത് മതി, കാരണം എനിക്കിത് പോർട്ടബിളായിട്ട് യൂസ് ചെയ്യാനാണ്. പെട്ടെന്ന് മടക്കി എൻ്റെ പെട്ടിയിൽ വെച്ചാൽ എനിക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പാകത്തിനുള്ള ട്രൈപോഡ് വേണം. അപ്പോൾ വീട്ടിലും ഇത് തന്നെ മതി, ചെറിയ സ്പേസ് ആണ് എൻ്റെ, അപ്പോൾ അവിടെ വെക്കാൻ എനിക്ക് കുഞ്ഞു ട്രൈപോഡ് മതി. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടി വില കൂടിയിട്ടുള്ള അത്യാവശ്യം വെയിറ്റ് ഉള്ള ഒരു ക്യാമറയൊക്കെ വാങ്ങിച്ചാൽ അത്യാവശ്യം നല്ലൊരു ട്രൈപോഡ് തന്നെ നിങ്ങൾക്ക് വേണം. ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ട് കിട്ടണമെങ്കിൽ കാർബൺ മെറ്റീരിയലൊക്കെ യൂസ് ചെയ്തുകൊണ്ടുള്ള ട്രൈപോഡ് വേണം. അപ്പോൾ വില ഇങ്ങനെ കുതിച്ച് കയറി പോകും. അപ്പോൾ അങ്ങനെ ഒരു ട്രൈപോഡ് വാങ്ങാനുള്ള ബഡ്ജറ്റ് നിങ്ങളുടെ കയ്യിൽ ഇനിയുണ്ടോ? വേണ്ട, ട്രൈപോഡിൻ്റെ ആവശ്യമില്ല, ഞാൻ എടുത്തുകൊണ്ട് കിടന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ വളരെ സ്മൂത്തായിട്ടുള്ള ഫുട്ടേജ് നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ നിങ്ങളൊരു ഗിംബൽ യൂസ് ചെയ്യേണ്ടി വരില്ലേ? അത്യാവശ്യം നല്ല സ്റ്റെബിലൈസേഷൻ ഇപ്പോഴത്തെ ക്യാമറാസിന് അവൈലബിൾ ആണ്. ഗിംബൽ ലൈക്ക് സ്റ്റെബിലൈസേഷൻസ് ഒക്കെ എല്ലാവരും പരസ്യം ചെയ്യുന്നുണ്ട്. പക്ഷേ ഗിംബൽ ഈസ് എ ഗിംബൽ. അത് യൂസ് ചെയ്താൽ കിട്ടുന്ന ക്വാളിറ്റി അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു ഗിംബൽ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു 25 അതിന് മുകളിലോ അത് നിങ്ങളുടെ കാണും. പിന്നെ ഫോട്ടോയുടെ കാര്യത്തിലല്ല, ഇത് വീഡിയോസിൻ്റെ കാര്യത്തിലാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. മൈക്ക് വേണ്ടേ? നമ്മൾ നല്ല ഹെവി ക്വാളിറ്റി വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് സൗണ്ട് കൊള്ളൂല്ലെങ്കിൽ ആൾക്കാർ കാണില്ല. കാരണം ശബ്ദം നമ്മൾ അത്രയധികം എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ നല്ല മൈക്സ് നമുക്ക് വാങ്ങിക്കണ്ടേ? ഇപ്പോൾ വയർലെസ് മൈക്ക് നമ്മൾ വാങ്ങാനാണെങ്കിൽ ഒരു ബിഗിനർ സ്റ്റേജിൽ നമുക്കൊരു 8-9 രൂപയ്ക്ക് മുകളിലേക്കാണ് നല്ല ക്വാളിറ്റി മൈക്സ് വരുന്നത്. അതിനുള്ള ബഡ്ജറ്റ് നമ്മുടെ കയ്യിലുണ്ടോ? ഇനി ഇതൊന്നും പോരാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ലേണിംഗ് കർവ് എന്ന് പറയുന്നത്. നമ്മൾ ഈ സാധനമൊക്കെ ഷൂട്ട് ചെയ്യാൻ പഠിക്കണ്ടേ? ഈ ക്യാമറയ്ക്കകത്ത് ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. ഈ സെറ്റിങ്സ് ഒക്കെ വെച്ച് നമ്മൾ ഷൂട്ട് ചെയ്യണം. ഷൂട്ട് ചെയ്ത സാധനം നമ്മൾ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു അറിവ് വേണം. ഇനി ഈ സാധനം മുഴുവൻ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ നല്ലൊരു ഡാറ്റ പ്ലാൻ വേണ്ടേ? നമ്മളൊരു 4K വീഡിയോ എഡിറ്റ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്തൊക്കെ വന്നപ്പോഴേക്കും ഒരു 1.5-2 GB വന്നു. അതൊന്ന് അപ്ലോഡ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 3 GB എങ്കിലും നിൽക്കുന്ന പ്ലാൻ നമുക്ക് വേണം. ചിലപ്പോൾ അതിൽ കൂടുതൽ, കാരണം നല്ലൊരു വൈഫൈ പ്ലാനൊക്കെ ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ വീട്ടിലിരുന്ന് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ വൈഫൈ പ്ലാൻ ഇല്ലാതൊന്നും നടക്കില്ല. അപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ, പിന്നെ ഈ
സോഫ്റ്റ്വെയർസും മറ്റു കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി എടുക്കുന്ന സമയം അതിനുള്ള ക്ഷമ നിങ്ങൾക്കുണ്ടോ? അടിസ്ഥാനപരമായി ഇറ്റ്സ് ഓൾ അബൌട്ട് ലൈറ്റ്, പ്രോപ്പർ ലൈറ്റ്. ഞാൻ പറയുന്നത് നല്ല ലൈറ്റ് എന്ന് പറഞ്ഞു മാക്സിമം ലൈറ്റ് ഇടുക. പണ്ട് ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, മുറി മുഴുവൻ ലൈറ്റ് ഓൺ ചെയ്തിട്ട് ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുമായിരുന്നു. പക്ഷേ ഇറ്റ്സ് നോട്ട് അബൌട്ട് ഹാവിങ് എ ലോട്ട് ഓഫ് ലൈറ്റ്, ഇറ്റ്സ് അബൌട്ട് ഹാവിങ് ദി പ്രോപ്പർ ലൈറ്റിംഗ്, കൃത്യമായിട്ടുള്ള ലൈറ്റിംഗ്. അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന കൈൻഡ് ഓഫ് വീഡിയോസിന് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഫോട്ടോസിന് ആവശ്യമായ ലൈറ്റിങ്ങിനെ കുറിച്ച് നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട്? സെൻസർ ഇമ്പോർട്ടൻ്റ് ആണ്, ലെൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, ലൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, മെമ്മറി കാർഡിൻ്റെ സ്പീഡ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ വൈഫൈയുടെ സ്പീഡും ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, നിങ്ങളിത് വല്ലതും ചെയ്യൂ? ഒരു ക്യാമറ വാങ്ങുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്, നല്ല വില കൂടിയ ക്യാമറയൊക്കെ വാങ്ങിച്ചു വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ആദ്യം ഒരു ആവേശത്തിന് ഒരു ട്രിപ്പൊക്കെ പോയി 10-20 ഫോട്ടോ എടുത്ത് കുറേ വീഡിയോ ക്ലിപ്പ് എടുത്ത് എഡിറ്റ് ചെയ്തൊക്കെ ഇടും. എന്നിട്ട് ഇല്ല, ക്യാമറ അവിടെ ഇരിക്കും. നിങ്ങൾ OLX കയറി നോക്കിയാൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൻ്റെ മാർക്കറ്റ് പ്ലേസിൽ കയറി നോക്കിയാൽ കുറേ ക്യാമറകളും ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് കാണാം. വല്ല കാലത്തൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൂ. ഷട്ടർ കൗണ്ട് 240 എന്തോ പറഞ്ഞിട്ട് ഒരു കോസ്റ്റ്ലി ക്യാമറയുടെ ആകെ 240 ഫോട്ടോ എടുക്കാനാണോ നിങ്ങളൊരു ക്യാമറ വാങ്ങിച്ചത്? ഇത്രയും ലക്ഷം രൂപ എടുത്തിട്ട് എന്നാൽ അയാളോട് തിരിച്ച് ചോദിക്കാനാണ് തോന്നിയത്. പിന്നെ ഒരാൾ വിൽക്കാൻ വെച്ചിരിക്കുമ്പോൾ നമ്മൾ അയാൾ അപമാനിക്കാൻ പാടില്ലല്ലോ. പിന്നെ പുള്ളിയുടെ കയ്യിൽ ഇഷ്ടം പോലെ കാശുണ്ട്, കാശുള്ളവർ ബഹുമാനിക്കാൻ പഠിക്കണോ എന്ന് പറയുന്ന പോലെ. പക്ഷേ നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടോ ഇല്ലയോ? അല്ലെങ്കിൽ ഈ പറയുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്യുമോ? അൾട്ടിമേറ്റ്ലി ഞാൻ പറയുന്നത്, ഇഫ് യു ആർ എ ബിഗിനർ, ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് യുവർ ഫോൺ. ഫോട്ടോ ആണെങ്കിൽ വീഡിയോ ആണെങ്കിൽ ഈ പരിപാടി വെച്ച് തുടങ്ങുക. എടുത്തെടുത്ത് പോവുക. ഒരു സമയം കഴിയുമ്പോൾ നിങ്ങളും ചുറ്റുമുള്ളവരൊക്കെ നിങ്ങളോട് പറയും, നീ ഒരു നല്ല ക്യാമറ എടുത്ത് നോക്ക്. അപ്പോൾ ഒരു ബേസിക് ലെവലിൽ ക്യാമറ എടുത്ത് നോക്കൂ. അതിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കുക, നല്ലൊരു ക്യാമറ വാങ്ങിക്കുക, നമ്മുടെ പരിപാടി വളരെ സ്ട്രോങ് ആയിട്ട് തുടങ്ങാം. ദിസ് ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ, മൊബൈൽ ഫോൺ. അതിൽ നിന്ന് തന്നെ തുടങ്ങുന്നതാണ് ബെറ്റർന്നേ ഞാൻ പറയുള്ളൂ. ആൻഡ് നിങ്ങളൊരു ബിഗിനർ സ്റ്റേജിൽ ഒരു വീഡിയോഗ്രാഫിക്ക് വേണ്ടി ഒരു ക്യാമറ നോക്കുകയാണെങ്കിൽ എൻ്റെ അൾട്ടിമേറ്റ് സജഷൻ ഇതാണ്, സോണി ZV-E10. ഇത് 8-bit കളേഴ്സാണ് ഷൂട്ട് ചെയ്യുന്നത്. സോണി ZV-E10 Mark II ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അത് 10-bit കളറാണ് ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഒരു വീഡിയോയ്ക്ക് ദിസ് ഇസ് ഇനഫ്. ഞാനൊരു പരിധിക്ക് അപ്പുറത്തേക്ക് കളർ കറക്റ്റ് ചെയ്യാനോ മറ്റ് പരിപാടികൾക്കോ പോകുന്നില്ലാത്തതുകൊണ്ട് ദിസ് ഇസ് ഓക്കെ ഫോർ നൗ. ഇനി എപ്പോഴെങ്കിലും ഒരു 10-bit കളർ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ എനിക്ക് തോന്നുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ ഇപ്പോൾ ആഗ്രഹമുള്ള എൻ്റെ ടാർഗറ്റ് ക്യാമറ എന്ന് പറയുന്നത് നിക്കോൺ ZR ആണ്. പക്ഷേ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ദിസ് ഇസ് ഇനഫ് മാൻ. ഒരു 45 രൂപ 50 രൂപയ്ക്ക് സെക്കൻഡ് വാങ്ങിച്ചാലും മതി. സിഗ്മ 30mm ഞാൻ സജസ്റ്റ് ചെയ്യാനുള്ള കാരണം നല്ല ഗംഭീര ബൊക്കെ ബ്ലർ കിട്ടും, അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലെൻസാണ്. തേർഡ് പാർട്ടി ലെൻസസ് ഇപ്പോൾ സിഗ്മയും അതുപോലെ വിൽട്രോക്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം റേറ്റ് കുറച്ചിട്ട്, സോണിയുടെ തന്നെ ലെൻസിനേക്കാൾ റേറ്റ് കുറച്ചിട്ട്, മാത്രമല്ല അവരൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലെൻസസ് ഇറക്കുന്നുണ്ട്. അതായത് ഏറ്റവും പുതിയ ടെക്നോളജി നമുക്ക് അവൈലബിൾ ആവും എന്നുള്ളതാണ്. ഇനി അതല്ല ഒരു ഫുൾ ഫ്രെയിമിലേക്കൊക്കെ മാറണം എന്നാണെന്നുണ്ടെങ്കിൽ ക്യാനൻ്റെ R8 ഉണ്ട്, R6 Mark III ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. Mark II തന്നെ ഒരു ഗംഭീര ക്യാമറ ആയിട്ടാണ് എനിക്കതിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഫീൽ ചെയ്തിട്ടുള്ളത്. വീഡിയോ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ZV-E1 സോണിയുടെ അത് അവൈലബിൾ ആണ്. FX3 വേണമെങ്കിൽ ഒരു ഓപ്ഷനാണ്, പക്ഷേ കോസ്റ്റ് ഇച്ചിരി കൂടും. FX3യുടെ ക്വാളിറ്റി പോരെങ്കിൽ FX6 ഉണ്ട്. പിന്നെ സോണിയുടെ Alpha 1 സീരീസ് ഒക്കെ ഉണ്ട്. അങ്ങനെ കുറേ ക്യാമറാസ് ഒക്കെ ഉണ്ട്. പക്ഷേ ഇറ്റ്സ് ഓൾ അബൌട്ട് ലൈറ്റ് ആൻഡ് ലൈറ്റിനെ മാനേജ് ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ്. അതാണ് ഇതിനകത്ത് മെയിൻ കാര്യം. നമ്മുടെ കയ്യിൽ സോണിയുടെ Alpha 1 ക്യാമറയുണ്ട്, പക്ഷേ ഒരു ഫ്രെയിം പ്രോപ്പറായിട്ട് വെച്ചെടുക്കാനൊന്നും അറിയില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മറ്റേ മുഴുവൻ തേങ്ങ കിട്ടിയിട്ടുള്ള ആ ജീവിയുടെ അവസ്ഥയായിപ്പോൾ ഇത് എന്ത് ചെയ്യണമെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല. ഒരു ലേണിംഗ് കർവ് എടുക്കാൻ നിങ്ങൾക്ക് ആ പരിപാടി എന്താണ്, അതിൻ്റെ അകത്ത് ഓരോ സെറ്റിങ്സും എന്താണ്, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണ്, അങ്ങനെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതൊക്കെ നോക്കി ആ ക്യാമറയെക്കുറിച്ച് പഠിക്കാനും അതിലേത് ലെൻസാണ് അല്ലെങ്കിൽ ഏത് കാര്യം അപ്ഗ്രേഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് വരുന്നത് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കാനുള്ളൊരു എഫേർട്ട് നിങ്ങൾക്ക് ഇടാൻ പറ്റില്ലെങ്കിൽ ഇത്രയും പൈസ മുടക്കിയിട്ട് ഒരു കാര്യമില്ല. ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫറിൻ്റെ കയ്യിലിരിക്കുന്ന 10,000 രൂപയുടെ മൊബൈൽ ഫോണും ഒരു വിവരമില്ലാത്ത ഒരാളുടെ കയ്യിലിരിക്കുന്ന ഒരു ഹെവി ക്യാമറയും നമ്മൾ ചിലപ്പോൾ അടുത്തടുത്ത് വെച്ച് നോക്കിയാൽ ഈ എക്സ്പീരിയൻസ് ഉള്ളവൻ കിണ്ണം കാച്ചി പരിപാടി എടുത്ത് വെച്ചിട്ടുണ്ടാവും. കാരണം ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഇതൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. നിങ്ങളൊരാൾക്കൊരു കാര്യം കാണിച്ചു കൊടുക്കുമ്പോൾ അതിനകത്തൊരു എക്സ്പ്രസ് ചെയ്യപ്പെട്ട ഇമോഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം വേണം. അത് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റാത്തടത്തോളം ഇറ്റ്സ് ഓക്കെ ടു സ്റ്റാർട്ട് അറ്റ് ദി ലോവസ്റ്റ് ലെവൽ. ഒരു സ്മോൾ ക്യാമറ, സ്മോൾ ലെൻസ് അത് യൂസ് ചെയ്ത് പതുക്കെ പഠിച്ച് ഇതിൻ്റെ ആവശ്യകതകളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അങ്ങനെ മുന്നോട്ട് പോകുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഞാൻ എൻ്റെ തുടക്കകാലത്ത് ഒരുപാട് ഗിയർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കുറേ എണ്ണം ഇവിടെ ഇരുന്ന് തുരുമ്പെടുക്കുന്ന അവസ്ഥയായിട്ടുണ്ട്. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നാണ് പറയുന്നത്. നമ്മുടെ നീഡിന്, നമ്മുടെ എക്സ്പീരിയൻസിന്, നമ്മുടെ കയ്യിലിരിക്കുന്ന മറ്റ് ഗാഡ്ജറ്റ്സുമായിട്ട് സിങ്ക് ചെയ്തൊക്കെ പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാമറയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ബെറ്റർ. ബാക്കി ഇനി കമൻറ്റ് ബോക്സിലെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ പറയട്ടെ, നമുക്കതിന് വേണ്ടിയിട്ട് കാതോർക്കാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യമൊക്കെ പരിഗണിക്കുക.